മറ്റ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, കുട്ടികളെ, സുഹൃത്തുക്കളെ, സഹായിക്കും. നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിലേക്കുള്ള 18ാമത് തെരഞ്ഞെടുപ്പ് 7 ഘട്ടങ്ങളായി നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതിൽ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. ഈ വരുന്ന ഏപ്രിൽ 26-ന് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ആലത്തൂർ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും എന്നെ മത്സരിപ്പിക്കാൻ വേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മുടെ കുന്നംകുളം അസംബ്ലി മണ്ഡലത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ രാവിലെ മുതൽ സ്വീകരണ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇവിടെയും സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത്. നിങ്ങൾ ഇവിടെ നൽകിയ ഊഷ്മമായ സ്വീകരണത്തിന് ആദ്യമായി തന്നെ ഞാൻ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുകയും, ഞാനൊരു ദീർഘമായ പ്രസംഗം നടത്താൻ വേണ്ടി ഈ സമയം ഉപയോഗപ്പെടുത്തുന്നില്ല. ഇവിടെ നേരത്തെ നേതാക്കളെല്ലാം നിങ്ങളോട് സംസാരിച്ച് കാണും എന്നാണ് ഞാൻ കരുതുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയണം ഈ തെരഞ്ഞെടുപ്പിലെന്ന് ജനങ്ങൾ നല്ലപോലെ വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തിപ്പെട്ടാൽ മാത്രമേ ജനങ്ങളുടെയും നാടിൻ്റെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയൂ എന്നുള്ളത് നല്ലപോലെ ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇടതുപക്ഷ അംഗങ്ങൾക്ക് ഇന്ത്യൻ പാർലമെൻറ്റിൽ അധികം അംഗങ്ങൾ ഉണ്ടായിരുന്നില്ല. വളരെ കുറഞ്ഞ അംഗസംഖ്യയാണ്. അങ്ങനെ അംഗസംഖ്യ കുറഞ്ഞു പോയത് നമ്മുടെ നാടിന് വലിയ ദുരിതമാണ് ഉണ്ടായത് എന്ന് ആ സന്ദർഭത്തിലെല്ലാം തന്നെ ജനങ്ങൾ ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ ഇടതുപക്ഷ അംഗങ്ങളുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുക എന്നുള്ളതായിരിക്കും നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ ലക്ഷ്യം. അങ്ങനെ വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആലത്തൂരടക്കം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട ഒരു മണ്ഡലമാണ്. ആ മണ്ഡലമടക്കം തിരിച്ചു പിടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അത് തിരിച്ചു പിടിക്കാനുള്ള എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും ഈ നാടിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ അരിവാൾ ചുറ്റിക നക്ഷത്ര മലയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് വിനയപരിശ്രമം അഭ്യർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ആ വിജയം കേവലം ഒരു സ്ഥാനാർത്ഥിയുടെ വിജയം മാത്രമായിട്ട് മാറാതെ, അല്ലെങ്കിൽ വ്യക്തിയുടെ വിജയമായി മാറാതെ, ഈ നാടിൻ്റെയും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും വിജയമായി ആ വിജയം മാറ്റണം എന്നുകൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങൾ നൽകിയ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഞാനൊരു ചെറിയ വാക്കിൽ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ നേർന്നു. I'm